ആകാശവാണി. നമസ്കാരം. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട് ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ ആഗോള വ്യാപാര രംഗത്ത് തന്ത്രപരമായ വഴിത്തിരിവായ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമായി. യൂറോപ്യൻ നേതാക്കളുടെ ഇന്ത്യ സന്ദർശന വേളയിൽ നടന്ന 16ാമത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടർലൈനും സംയുക്തമായാണ് കരാർ പൂർത്തിയായതായി പ്രഖ്യാപിച്ചത്. 2022 ചർച്ചകൾ പുനരാരംഭിച്ചതിനു ശേഷം തീവ്ര കൂടിയാലോചനകൾക്കൊടുവിലാണ് കരാർ രൂപം കൊണ്ടത്. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലെ വർഷങ്ങൾ നീണ്ട ചർച്ചകളുടെയും സഹകരണത്തിന്റെയും പരിസമാപ്തി അടയാളപ്പെടുത്തുന്ന പ്രഖ്യാപനം സന്തുലിതവും ആധുനികവും നിയമബദ്ധവുമായ സാമ്പത്തിക വ്യാപാര പങ്കാളിത്തത്തിനായി കൈക്കൊണ്ട രാഷ്ട്രീയ ഇച്ഛാശക്തിയും പങ്കിട്ട കാഴ്ചപ്പാടും പ്രകടമാക്കുന്നു. ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിലൊന്നായ യൂറോപ്യൻ യൂണിയനുമായി ചരക്ക് സേവന മേഖലകളിലെ ഉഭയകക്ഷി വ്യാപാരം വർഷങ്ങളായി ക്രമാനുഗതമായി വളരുകയാണ്. 2024-25 കാലയളവിൽ യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യയുടെ ഉഭയകക്ഷി വ്യാപാരം 11.5 ലക്ഷം കോടി രൂപയായിരുന്നു. 6.4 ലക്ഷം കോടി രൂപയുടെ കയറ്റുമതിയും 5.1 ലക്ഷം കോടി രൂപയുടെ ഇറക്കുമതിയും ഇതിൽ ഉൾപ്പെടുന്നു. 2024 ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സേവന വ്യാപാരം 7.2 ലക്ഷം കോടി രൂപയിലെത്തി. ആഗോള GDP 25% പ്രതിനിധീകരിക്കുന്ന ലോകത്തെ 4ാമത്തെയും 2ാമത്തെയും വലിയ സമ്പദ് വ്യവസ്ഥകളായ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ആഗോള വ്യാപാരത്തിന്റെ 1/3 കൈകാര്യം ചെയ്യുന്നു. വൈവിധ്യമാർന്നതും പരസ്പര പൂരകവുമായ ഈ രണ്ട് വലിയ സമ്പദ് വ്യവസ്ഥകളുടെ സംയോജനം വ്യാപാര നിക്ഷേപ രംഗങ്ങളിൽ അഭൂതപൂർവമായ അവസരങ്ങൾ സൃഷ്ടിക്കും. സ്വതന്ത്ര വ്യാപാര കരാറിലൂടെ തുണിത്തരങ്ങൾ, പാദരക്ഷകൾ, തുകൽ, സമുദ്രോൽപ്പന്നങ്ങൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ, കരകൗശല വസ്തുക്കൾ, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി ഇന്ത്യയിൽ തൊഴിൽ പ്രാധാന്യമുള്ള മേഖലകൾക്ക് യൂറോപ്യൻ വിപണികൾ തുറക്കും. അതേസമയം ആഡംബര കാറുകൾ, വൈൻ, മരുന്നുകൾ എന്നിവയുൾപ്പെടെ യൂറോപ്പിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളുടെ തീരുവ കുറയുന്നത് ഈ ഉൽപ്പന്നങ്ങളുടെ വില കുറയുന്നതിന് സഹായകമാകും. കരാർ പ്രാബല്യത്തിൽ വരുമ്പോൾ ഏകദേശം $33 ബില്യൺ കയറ്റുമതി താരിഫ് ഇല്ലാതാകും. കരകൗശല വിദഗ്ധർ, സ്ത്രീകൾ, യുവാക്കൾ, MSMEകൾ എന്നിവർക്കും കരാർ ഗുണകരമാകും. വാഹന നിർമ്മാണ രംഗത്ത് മെയ്ക്ക് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്കും സാധ്യതകൾ തുറക്കുകയും ചെയ്യും. വ്യാപാരം, സുരക്ഷ, പ്രതിരോധ പങ്കാളിത്തം, മൊബിലിറ്റി, ദുരന്ത സാധ്യതാ മാനേജ്മെന്റ്, ഗ്രീൻ ഹൈഡ്രജൻ തുടങ്ങിയ 7 മേഖലകളിലാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും കരാറുകൾ കൈമാറിയത്. ഇന്ത്യയും യൂറോപ്പും സമകാലിക താൽപര്യങ്ങളാൽ മാത്രമല്ല, ജനാധിപത്യം, ബഹുസ്വരത തുടങ്ങിയ പൊതുവായ മൂല്യങ്ങളാലും ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. യൂറോപ്യൻ യൂണിയനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യയുടെ ഉൽപാദന സേവന മേഖലകളെ ഉത്തേജിപ്പിക്കുകയും രാജ്യത്തെ യുവാക്കൾക്ക് ഗണ്യമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന് പാർലമെന്റിൽ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിൽ രാഷ്ട്രപതി പറഞ്ഞു. 27 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന യൂറോപ്യൻ യൂണിയനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനും ആഗോളതലത്തിൽ വിതരണ ശൃംഖലകൾ ശക്തിപ്പെടുത്തുന്നതിനും സഹായകമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ബന്ധം പുതിയ ഉയരങ്ങളിലെത്തിയതായും കരാർ ഇന്ത്യയിലേക്കുള്ള നിക്ഷേപം വർദ്ധിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. भारत और यूरोपियन यूनियन के बीच इन्वेस्टमेंट को बूस्ट करेगा, नई इनोवेशन पार्टनरशिप बनाएगा और वैश्विक स्तर पर सप्लाई चेन को मजबूत करेगा. यानी यह सिर्फ ट्रेड एग्रीमेंट नहीं है, यह साझा समृद्धि का नया ब्लूप्रिंट है. ഇന്ത്യ വളരുകയാണെന്നും യൂറോപ്പ് ഇതിൽ സന്തോഷിക്കുന്നുവെന്നും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടർലൈൻ പറഞ്ഞു. ഇന്ത്യയുമായുള്ള കരാർ എല്ലാ കരാറുകളുടെയും മാതാവാണെന്നും അവർ അഭിപ്രായപ്പെട്ടു. India has risen and Europe is truly glad about it, because when India succeeds, the world is more stable, more prosperous and more secure, and we all benefit. Prime Minister Modi, 1 year ago, the full college of commissioners came to India, and this is also a very special memory for me. It showed the seriousness of our intent and the strength of our commitment. Today we reap the fruits of that commitment with our historic summit. പരസ്പര അഭിവൃദ്ധിക്കും സുരക്ഷയ്ക്കും വേണ്ടി യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റ പറഞ്ഞു. Today is a historic moment. We are opening a new chapter in our relations on trade, on security, on people-to-people ties.
I'm the president of the European Council, but I'm also an overseas Indian citizen. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പൂർത്തീകരണം ഇന്ത്യയുടെ സാമ്പത്തിക ബന്ധങ്ങളിലെയും ആഗോള കാഴ്ചപ്പാടിലെയും നിർണായക നേട്ടത്തെ പ്രതിനിധീകരിക്കുന്നതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. വിശ്വസനീയവും പരസ്പര പ്രയോജനകരവും സന്തുലിതവുമായ പങ്കാളിത്തം ഉറപ്പാക്കാൻ ഇന്ത്യ സ്വീകരിക്കുന്ന സമീപനത്തെ കരാർ പിന്തുണയ്ക്കുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. The strategic intent of the European Union and India coming together in a multitude of areas. It is a reflection that when 25% of global trade decides to strengthen the strategic partnership, including with a free trade agreement, it unlocks the doors to defense cooperation, greater investments, to cooperation in the field of innovation and science, to further integration of financial markets. ചരക്ക് വ്യാപാരം, സേവനങ്ങൾ, വ്യാപാര പരിഹാരങ്ങൾ, ഉത്ഭവ നിയമങ്ങൾ, വ്യാപാരവും തീരുവയും സുഗമമാക്കൽ തുടങ്ങി പരമ്പരാഗത മേഖലകളെയും ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, ഡിജിറ്റൽ വ്യാപാരം തുടങ്ങി വളർന്നുവരുന്ന മേഖലകളെയും ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാർ ഉൾക്കൊള്ളുന്നു. വാഹനങ്ങളുടെ കാര്യത്തിൽ നിശ്ചിത വിഹിതത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഉദാരവൽക്കരണ പാക്കേജ് വിലയേറിയ വാഹനങ്ങൾ ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ യൂറോപ്യൻ വാഹന നിർമ്മാതാക്കളെ അനുവദിക്കുന്നതിനൊപ്പം ഭാവിയിൽ മേക്ക് ഇൻ ഇന്ത്യയ്ക്കും ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിക്കും സാധ്യതകൾ തുറക്കുന്നു. ഇതിന്റെ പ്രയോജനം ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് ലഭിക്കും. യൂറോപ്യൻ യൂണിയൻ വിപണിയിലെ പരസ്പര വിപണി പ്രവേശം ഇന്ത്യൻ നിർമ്മിത വാഹനങ്ങൾക്ക് യൂറോപ്യൻ വിപണിയിലെത്താനും അവസരമൊരുക്കും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന് കീഴിൽ ഇന്ത്യയുടെ കാർഷിക സംസ്കരിച്ച ഭക്ഷണ മേഖലകൾ വലിയൊരു പരിവർത്തനത്തിന് തയ്യാറെടുക്കുകയാണ്. ഇത് ഇന്ത്യൻ കർഷകർക്കും കാർഷിക സംരംഭങ്ങൾക്കും തുല്യമായ മത്സര സാഹചര്യം സൃഷ്ടിക്കാൻ സഹായിക്കും. തേയില, കാപ്പി, സുഗന്ധവ്യഞ്ജനങ്ങൾ, പഴങ്ങളും പച്ചക്കറികളും, സംസ്കരിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ തുടങ്ങിയ പ്രധാന ഉൽപ്പന്നങ്ങൾക്ക് കരാറിലൂടെ ആഗോള വിപണിയിൽ കൂടുതൽ മത്സരശേഷി ലഭിക്കും. കാറ്റ്സ് ചെയർമാൻ KG ആന്റണി ആകാശവാണിയോട്. കാർഷിക മേഖലയിൽ നിന്ന് ചെറുപ്പക്കാരായ ആളുകൾ പൂർണ്ണമായി വിട്ടുപോകുന്ന ഒരു പശ്ചാത്തലമാണ് ഇപ്പോഴുള്ളത്. പ്രത്യേകിച്ച് ഇന്ന് കാർഷിക മേഖലയിൽ നിലനിൽക്കുന്ന വയനാടും ഇടുക്കിയും പോലുള്ള ജില്ലകളിൽ മാത്രവുമാണ്. അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കുന്ന ഒരു സാഹചര്യം വരുന്നു എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ ഈ നയത്തിന്റെ ഭാഗമായി അത്തരം മേഖലയിലെ ആളുകളെ സംരക്ഷിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവണം. ഒന്ന് ഭൂനിയമവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, മറ്റൊന്ന് വന്യജീവികളുടെ ആക്രമണം. അതുകൊണ്ട് ഇത്തരത്തിലൊരു സാഹചര്യം രൂപപ്പെടുമ്പോൾ അത് ഒരു വശത്ത് മാത്രം അതിൻ്റെ ലാഭം കണ്ടാൽ പോരാ, മറുവശത്ത് സുസ്ഥിര കാർഷിക വികസനത്തിന് അനുയോജ്യമായിട്ടുള്ള നടപടികൾക്ക് കൂടി അതിന് രൂപം കൊടുക്കുകയും കർഷകരെയും അവരുടെ സ്വത്തുവകകളെയും സംരക്ഷിക്കുന്നതിനും ഇത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ച പ്രകൃതിക്ഷോഭം അടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് അവർക്ക് സുരക്ഷിതത ഉറപ്പുവരുത്തുന്നതിന് കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ആവിഷ്കരിക്കുകയും വേണം. എങ്കിൽ മാത്രമേ ഈ കൊണ്ടുവരുന്ന നാഷണൽ ലെവലിൽ ഇന്റർനാഷണൽ ലെവലിലുള്ള കരാറുകളുടെ പ്രയോജനം രാജ്യത്തിന് ലഭിക്കുകയുള്ളൂ. നികുതി ഇളവുകൾക്കപ്പുറം നികുതി ഇതര തടസ്സങ്ങളെ നേരിടാനുള്ള നടപടികൾ FTA വാഗ്ദാനം ചെയ്യുന്നു. ഇതിനായി കസ്റ്റംസ് നടപടിക്രമങ്ങൾ ലളിതമാക്കുകയും സാനിറ്ററി ആൻഡ് ഫൈറ്റോ സാനിറ്ററി നടപടികൾ, വ്യാപാരത്തിലെ സാങ്കേതിക തടസ്സങ്ങൾ എന്നിവയിൽ കൃത്യമായ അച്ചടക്കം കൊണ്ടുവരികയും ചെയ്യും. ഇരു സമ്പദ്വ്യവസ്ഥകളിലും നിർണായക സ്വാധീനമുള്ളതും വേഗത്തിൽ വളരുന്നതുമായ സേവന മേഖലകളിൽ ഭാവിയിൽ വ്യാപാരം വർദ്ധിക്കും. വിപണി പ്രവേശനം ഉറപ്പാക്കുന്നതും വിവേചനരഹിതമായ പരിഗണനയും ഡിജിറ്റൽ സേവനങ്ങൾക്കും ചലനാത്മകത എളുപ്പമാക്കുന്നതിനും നൽകുന്ന ഊന്നലും ഇന്ത്യയുടെ സേവന കയറ്റുമതിക്ക് ഉത്തേജനം നൽകും. IT അധിഷ്ഠിത സേവനങ്ങൾ, പ്രൊഫഷണൽ സർവീസസ്, വിദ്യാഭ്യാസം, സാമ്പത്തിക സേവനങ്ങൾ, ടൂറിസം, നിർമ്മാണ മേഖല തുടങ്ങി ഇന്ത്യക്ക് കരുത്തുള്ള പ്രധാന മേഖലകളിൽ യൂറോപ്യൻ യൂണിയനിൽ നിന്നും വാണിജ്യപരമായ വലിയ വാഗ്ദാനങ്ങൾ കരാർ ഉറപ്പാക്കുന്നു. യൂറോപ്യൻ യൂണിയന്റെ 144 ഉപമേഖലകളിലേക്ക് ഇന്ത്യക്ക് ലഭിക്കുന്ന പ്രവേശനം ഇന്ത്യൻ സേവനദാതാക്കൾക്ക് വലിയ ഊർജ്ജമാകും. സാമ്പത്തിക വിദഗ്ധൻ ആദികേശവൻ ആകാശവാണി വാർത്തകളോട്. ചൈനയെക്കാളും ഒരു 4-5 ട്രില്യൺ ഡോളറെങ്കിലും കൂടുതൽ ആഭ്യന്തര ഉൽപ്പാദനമുള്ള സാമ്പത്തിക ഒരു ഘടനയാണ് യൂറോപ്യൻ യൂണിയന്. അവരുമായിട്ട് ഭാരതം ഒപ്പിടുമ്പോൾ പാരസ്പര്യം രണ്ടു പേർക്കും അത് നേട്ടം ഉണ്ടാക്കും. ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി ചെയ്യപ്പെടുന്ന സാധനങ്ങൾക്ക് തീരുവ കുറയ്ക്കുന്നു. നമ്മുടെ സമുദ്രോൽപ്പന്നങ്ങൾ, ഇലക്ട്രോണിക് ഗുഡ്സ്, പിന്നെ ടെക്സ്റ്റൈൽസ്, അങ്ങനെ ഈ ലേബർ ഇൻറ്റൻസീവായിട്ടുള്ള പല സാധനങ്ങൾക്കും
തീരുവ കുറഞ്ഞ് കുറച്ചുകൂടി വലിയൊരു മാർക്കറ്റിലേക്കുള്ള ആക്സസ് നമുക്ക് കിട്ടുന്നു. പക്ഷെ അതേപോലെ തന്നെ അവിടെ നിന്നുള്ള ഇറക്കുമതി, ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുന്ന, പക്ഷെ അത് ഈ ആഡംബര കാറുകളും മദ്യം, വൈൻ, പിന്നെ ഫ്രൂട്ട് ജ്യൂസ്, അങ്ങനത്തെ കുറേ സംഗതികളാണ്. അപ്പോൾ അതിനും നമ്മൾ തീരുവ കുറച്ചുകൊണ്ടുള്ള ഒരു എഗ്രിമെൻ്റ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 2027 മുതലാണ് ഇത് പ്രാവർത്തികം ആവുക. അതേപോലെ തന്നെ സാധാരണ നമ്മുടെ കോമൺ മാനും MSME യൂണിറ്റ്സിനും ഗുണം ചെയ്യും. എന്തുകൊണ്ട് ഗുണം ചെയ്യും എന്ന് പറയുമ്പോൾ SMEക്ക് വേണ്ടി ഒരു ചാപ്റ്റർ തന്നെയുണ്ട്. SME യൂണിറ്റ്സിന് സാധാരണ അവർക്കൊരു പ്രോഡക്റ്റ് ഉൽപ്പാദനം ചെയ്യാൻ അറിയാം, പക്ഷേ മറ്റുള്ള വശങ്ങളെക്കുറിച്ച് അറിയില്ല. ഈ ഉടമ്പടി പ്രകാരം രണ്ട് കക്ഷികളും, ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും SME ഹെൽപ്പ് സെൻറ്റർ തുടങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ നമ്മുടെ രാജ്യത്തിന് ഗുണം ചെയ്യുന്ന ഒരു ഉടമ്പടി തന്നെയാണ്. പകർപ്പവകാശം, ട്രേഡ് മാർക്കുകൾ, ഡിസൈനുകൾ, വ്യാപാര രഹസ്യങ്ങൾ, സസ്യവൈവിധ്യങ്ങൾ, IPR നടപ്പിലാക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട് ട്രിപ്സ് കരാർ നൽകുന്ന ബൗദ്ധിക സ്വത്തവകാശ സംരക്ഷണം കരാർ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. തേയില, കാപ്പി, കുരുമുളക്, ഏലം തുടങ്ങിയ കാർഷിക വിളകൾക്ക് താരിഫ് ഒഴിവാകുന്നത് കേരളത്തിന് ഏറെ ഗുണകരമാകും. ഇന്ത്യൻ വ്യവസായ മേഖലയുടെ പരിവർത്തനത്തിനുള്ള ചാലക ശക്തിയാണ് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറെന്ന് വ്യവസായ സംഘടനകൾ പ്രതികരിച്ചു. തിരുവനന്തപുരം ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പ്രസിഡന്റ് SN രഘുചന്ദ്രൻ നായർ ആകാശവാണി വാർത്തകളോട്. പിന്നെ IT എനേബിൾ, നമ്മളിപ്പോൾ IT-യിൽ ഏറ്റവും ഇന്ത്യയിലായാലും ലോകത്ത് എവിടെ നോക്കിയാലും നമുക്ക് കിട്ടുന്ന IT കിട്ടുന്ന മാൻ പവർ കേരളത്തിനാണ്. ഏറ്റവും കൂടുതൽ ക്യാപ്റ്റീവ് മാൻ പവർ ഉള്ള കേരളത്തിനാണ്. അപ്പം നമുക്ക് അതിന് എല്ലാ രീതിയിലും അവർക്ക് കിട്ടാൻ പോകുന്ന IT-ക്കും കിട്ടാൻ പോകുന്ന IT എനേബിൾഡ് സർവീസസിനും അങ്ങനെ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊഫഷണൽ സർവീസസിനും, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഇപ്പം കേരള സർക്കാർ ബില്ല് പാസ്സാക്കാനായിട്ട് കൊടുത്തിരിക്കുക, അതുപോലെ ഗവൺമെന്റ് കയ്യിലിരിക്കുക. അതൊക്കെ പാസ്സായി വന്ന ഫോറിൻ എഡ്യൂക്കേഷൻസും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എഡ്യൂക്കേഷനായിട്ട് നടത്താനായിട്ട് ഫോറിൻ യൂണിവേഴ്സിറ്റി ഇവിടെ വരാം, നമ്മുടെ യൂണിവേഴ്സിറ്റീസ് അവിടെ പോയി തുടങ്ങാം. പിന്നെ ഫൈനാൻസും ടൂറിസം ലെവല്. അപ്പോൾ ടൂറിസമാണ് കേരളത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റ്. ഇത് തുറക്കുമ്പം കേരളത്തിൽ ടൂറിസം മാർക്കറ്റ് നല്ലൊരു, അല്ലാതെ ഇപ്പം അടുത്ത കാലത്ത് ഒരു വന്ന വാർത്തയിൽ കേരളമാണ് ഏറ്റവും ടോപ്പ് ചെയ്ത് നിൽക്കുന്നത് ടൂറിസത്തിൽ. അപ്പോൾ അതും ഒരു വലിയൊരു ഊന്നലായിരിക്കും നമുക്ക് സാമ്പത്തികമായിട്ട് നമ്മൾ വരാൻ പോകുന്ന വളർച്ചയിൽ. ഇതാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിൽ റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇതൊക്കെ ഈ മേഖലയൊക്കെ ആയിരിക്കും നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പോകുന്നതെന്നുള്ളതാണ്. നിർമ്മിത ബുദ്ധി, സാങ്കേതിക വിദ്യകൾ, സെമി കണ്ടക്ടറുകൾ തുടങ്ങിയ നിർണായക മേഖലകളിൽ സഹകരണം ലളിതമാക്കാനും ഇന്ത്യയുടെ സാങ്കേതിക മുന്നേറ്റത്തെ പിന്തുണയ്ക്കാനും കരാർ സഹായിക്കും. വാണിജ്യം പ്രോത്സാഹിപ്പിക്കുന്നതിന് പുറമെ നൂതനാശയങ്ങളെ പരിപോഷിപ്പിക്കുകയും MSMEകൾ, സ്ത്രീകൾ, വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകൾ മുതൽ കർഷകർ, കയറ്റുമതിക്കാർ വരെയുള്ള മേഖലകളിൽ അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. വികസിത് ഭാരത് 2047 എന്ന ഇന്ത്യയുടെ ദർശനവുമായി പൊരുത്തപ്പെടുന്ന സ്വതന്ത്ര വ്യാപാര കരാർ ആഗോളതലത്തിൽ ഇന്ത്യയെ ചലനാത്മകവും വിശ്വസനീയവുമായ ഭാവി പങ്കാളിയായി കണക്കാക്കുന്നു. ഇത് ഇരു മേഖലകളെയും ഉൾക്കൊള്ളുന്നതും കരുത്തുറ്റതും ഭാവിയിലേക്ക് സജ്ജവുമായ വളർച്ചയ്ക്ക് അടിത്തറയിടുന്നു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമി G. നായർ. തയ്യാറാക്കിയത് കൃഷ്ണ പ്രകൃതി. അവതരണം നരേന്ദ്രമോഹൻ.